പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ മുഖേന നിർവഹിച്ചു. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനായി. പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ്, അനിമൽ ഹൌസ്, സെൻട്രൽ റിസർച്ച് ലബോറട്ടറി, നവീകരിച്ച ക്യാമ്പസ് റോഡ് എന്നിവയുടെ ഉദ്ഘാടനമാണ് മന്ത്രി ഓൺലൈനായി നിർവഹിച്ചത്. ആധുനിക ലാബ് ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഗവേഷണവും പരിശീലനവും നടത്താൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യവുമായാണ് സെൻട്രൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനായി 1.9 കോടി രൂപയാണ് അനുവദിച്ചത്. ആനിമൽ ഹൌസ് നിർമ്മാണത്തിനായി 49.67 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പുതുതായി നിർമ്മിച്ച ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിനായി 2 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. കോളേജ് ക്യാമ്പസ് റോഡ് നവീകരണത്തിനായി 68.79 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഈ 4 പദ്ധതികളുടെ പൂർത്തീകരിച്ച ഉദ്ഘാടനമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായിട്ടുള്ള തുറന്നുകൊടുക്കലാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗം വളരെ മികവാർ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള ലോകോത്തര മാധ്യമങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ലേഖന പരമ്പരകൾ തയ്യാറാക്കുകയും ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യത്തൊരു കൊച്ചു സംസ്ഥാനമുണ്ട് കേരളം. ആ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയാണ് എന്ന് പങ്കുവച്ചത് വാഷിംഗ്ടൺ പോസ്റ്റാണ്. ലോകോത്തര മാധ്യമങ്ങൾ പോലും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ അംഗീകരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ആശിഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AV കോമളവല്ലി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PR ഇന്ദുകല, ഡോക്ടർ ജനിഞ്ജിത്ത്, ഡോക്ടർ PG ജയകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VKV ബാലകൃഷ്ണൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.